അവർക്ക് ആ കോപം വരുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിന് ശക്തി ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. മനസ്സിന് ശക്തി ഉണ്ടാക്കാനുള്ള മന്ത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. മനനേന ത്രായതേ ഇത് മന്ത്ര എന്നാണ്. അത് ആവർത്തിച്ച് അവർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ രക്ഷിക്കാനൊരു ശക്തി സ്വയമേവ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു നാരകം ഉണ്ടായിരുന്നു. ആ നാരകം 2 കവരിയായിട്ട് നിറച്ച് നാരങ്ങ ഉണ്ടായി കിടക്കുമായിരുന്നു. ഇതുപോലെ അടുത്ത വീട്ടിലൊരു സ്ത്രീ എന്ന് പറഞ്ഞു, ആ നിറച്ച് നാരങ്ങ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോകുമ്പോൾ ഇത് നെടുകെ പിളർന്നു. ജയശങ്കർ സാർ, ഈ ഒരു ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ അടുത്ത് വരുന്ന ആളുകളൊക്കെ പലപ്പോഴും പല ഭയപ്പാടുകളുമായിട്ടായിരിക്കും വരാറ്. അതിൽ പ്രധാനമായിട്ടും കേട്ടിട്ടുള്ളത് ശത്രുദോഷമാണ്. എൻ്റെ ഒരു ശത്രു എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ അവിടെ എവിടെയോ ഇരുന്ന് എനിക്കെതിരായി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് തോന്നലോട് കൂടിയിട്ടാണ് പലരും വരാറ്. ഈ വെറ്റില ജ്യോതിഷത്തിൽ അതിനൊരു പരിഹാരമുണ്ടോ? വെറ്റില ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗം ആണ്. ജ്യോതിഷത്തിൽ പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. വെറ്റില ജ്യോതിഷത്തിൽ സ്വാഭാവികമായിട്ടും ജ്യോതിഷത്തിൻ്റെ പരിഹാരം വെറ്റില ജ്യോതിഷത്തിലും പരിഹാരമാണ്. പിന്നെ ശത്രു ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശത്രു ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പ്രധാന ശത്രു നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് കൂടുതലും ഉണ്ടാകാറ്. എന്നിട്ട് ശത്രുദോഷം ഇല്ല എന്നുള്ളതല്ല. ശത്രു ഉണ്ടാകാനായിട്ട് വലിയ കാരണങ്ങളൊന്നും വേണമെന്നില്ല. ഒരാൾക്ക് അസൂയ തോന്നിയാൽ മതി ശത്രുത വരാൻ, അല്ലെങ്കിൽ സംശയം തോന്നിയാൽ മതി, കുശുമ്പ് തോന്നിയാൽ മതി. ഇതൊക്കെ ശത്രുദോഷത്തിന് കാരണമാകാം. അത് ഞാൻ അതുകൊണ്ട് സെക്കൻഡറി ആയിട്ടുള്ളൊരു സ്ഥാനമാണ് ശത്രുദോഷത്തിന് കൊടുക്കുന്നത്. മറ്റു പലരും വളരെ പ്രാധാന്യത്തോടെ ശത്രുദോഷം പറയാറുണ്ട്. പക്ഷെ ഞാൻ സെക്കൻഡറി ആയിട്ടുള്ള തന്നെയാണ് അതിന് കൊടുക്കാറ്. കാരണം പ്രധാന ശത്രു അവരുടെ ഉള്ളിൽ തന്നെയാണ്. അതെ, പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരാൾ പറയുമ്പോഴത്തേക്ക് അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. നമ്മൾ തന്നെയാണ് ശത്രു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം പലർക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളുടെ കർമ്മഫലമാണ്. മറ്റൊരാളുടെ കർമ്മഫലം അതിനകത്ത് ഇടയ്ക്ക് എത്തി നോക്കാവുന്നതല്ലാതെ അതിന് പ്രാധാന്യമില്ല. പക്ഷേ ശത്രുദോഷത്തിൻ്റെ പല ലക്ഷണങ്ങളെ പറഞ്ഞേ പറ്റുള്ളൂ. ബഹുലക്ഷണം കണ്ടാൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ശത്രുദോഷം ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഒരു പുരോഗമനം കാണുന്ന സമയത്ത്, നമ്മളുടെ ഒരു വളർച്ച കാണുന്ന സമയത്ത്, ആ വളർച്ച കാണുമ്പോൾ ഇത്ര പെട്ടെന്ന് അവരെങ്ങനെയാണ് വളർന്നേ എന്നൊരു ചിന്താഗതി മറ്റു പലർക്കും ഉണ്ടാകും. എന്നേക്കാൾ അവർ കേമനായതോ എന്നൊരു ചിന്ത വരുമ്പോൾ അത് കൂടി വരും. തടുക്കാൻ എന്താ മാർഗം? ആ ചിന്തയിൽ അവർ ശത്രുവായിട്ട് മാറാം. ഇന്നലെ വരെ എന്നെ ബഹുമാനിച്ചിരുന്ന ഒരാൾ നാളെ എന്നെ ബഹുമാനിക്കില്ല എന്നൊരു തോന്നൽ വന്നാൽ അത് ശത്രുതയ്ക്ക് കാരണമാകാം. പിന്നെ നാവിൻ ദോഷം എന്ന് പറയും. നാവിൻ ദോഷം കൊണ്ട് ചിലപ്പോൾ ശത്രുത വരാം. ഞാൻ ഒരാൾ വരുന്ന സമയത്ത് അയാളെ കണ്ടില്ല, അതുകൊണ്ട് ആ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് തോന്നാം ഞാൻ ബഹുമാനിച്ചില്ല എന്ന്. അതേപോലെ ഞാൻ പറയുന്നൊരു വാക്ക് ചിലപ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട് ശത്രുവാകാം. അങ്ങനെ പലതരത്തിലും ശത്രു ഉണ്ടാകാറുണ്ട്. ഈ നാവിൻ ദോഷം എന്ന് പറയുന്നത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുക്ക ഒരു വീട്ടിൽ മുരിങ്ങയമ്മ നിറച്ച് മുരിങ്ങക്കായ ഉണ്ടായി നിൽക്കുന്നു. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഓ എന്തോരം മുരിങ്ങാക്ക ഉണ്ടായി കിടക്കുന്നത്, നിൻ്റെ ഒരു കൊമ്പ് എനിക്ക് വേണം. ഓ തരാലോ എന്ന് ഇയാൾ മറുപടിയും പറഞ്ഞു. ഇവർ വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ മുരിങ്ങ ഒടിഞ്ഞു. എന്നിട്ട് അതെ അപ്പം തന്നെ അതിൻ്റെ കൊമ്പൊടിച്ച് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് പരിഹാരമാണോ? ഇല്ല, പക്ഷെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഇത് ഒടിഞ്ഞു വീണു എന്ന്. അതേപോലെ എൻ്റെ ഒരു സുഹൃത്ത് തെങ്ങിൻ തൈ നിറച്ച് വെച്ചു പറമ്പിൽ. അത് കണ്ടപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു, ആ നീ കൃഷിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണല്ലേ, തെങ്ങിൻ തൈ കൃഷി ചെയ്യാൻ പോവുകയാണല്ലേ എന്ന്. എല്ലാം ഉണങ്ങിപ്പോയി. അയ്യോ. ഞങ്ങൾ അടുത്ത ദിവസം തെങ്ങിൻ തൈക്ക് പകരം ജാതി തൈയും ഇട്ടു. തെങ്ങ് മാറ്റി ജാതി ആക്കിയല്ലേ, അത് ഉണങ്ങിപ്പോയി.
പിന്നെ കൊക്കോ നട്ടു. കൊക്കോ നട്ടപ്പോഴും ഇതുപോലെ പറഞ്ഞു, ഇനി ഞാൻ കൃഷി ചെയ്യില്ല, അയാൾ തീരുമാനിച്ചു. അപ്പം അങ്ങനെ നാവിൻ ദോഷം കൊണ്ട് ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട്. ഇതൊക്കെ ശത്രുദോഷത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതെ അതെ. എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു നാരകം ഉണ്ടായിരുന്നു. ആ നാരകം 2 കവരിയായിട്ട് പോയി നിറച്ച് നാരങ്ങ ഉണ്ടായി കിടക്കുമായിരുന്നു. ഇതുപോലെ അടുത്ത വീട്ടിലൊരു സ്ത്രീ എന്ന് പറഞ്ഞു, ആ നിറച്ച് നാരങ്ങ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോകുമ്പോൾ ഇത് നെടുകെ പിളർന്നു. 2 കവരിയായിട്ട് ഇരുന്ന നാരകം നെടുകെ പിളർന്ന് 2 വശത്തേക്ക് വീണു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണോ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ പറയാൻ കഴിയില്ല. അവരുടെ നാവിൻ്റെ പിന്നിൽ ചില ഗുളികൻ കളിക്കുന്നുണ്ട് എന്ന് സംഭവിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇതിപ്പോ ഒരു രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് വരുന്ന ശത്രുദോഷം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ, അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ പ്രധാനമായിട്ട് ഈ നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ നേടാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് കോപം ഉണ്ടാവും, നിരാശ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളാണ്. ഈ കോപം വന്നു കഴിയുമ്പോൾ നമ്മളുടെ പെരുമാറ്റം മോശമാകും. നമ്മളല്ലാതായി തീരും. ഇതൊക്കെ ശത്രുദോഷം കൊണ്ട് തന്നെ. പക്ഷേ മനുഷ്യരാവുമ്പം ഇതുപോലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അതിനെ തരണം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിഷയങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക. അപ്പോൾ കോപം ഉണ്ടാവില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെയാണ് പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത്. അതുപോലെ ചില നക്ഷത്രക്കാർ അല്ലെങ്കിൽ ചില പ്രത്യേക ഗ്രഹനിലയിലുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഇതുപോലുള്ള ചില പ്രത്യേക വികാരങ്ങൾ, ഇപ്പൊ ചിലർ മുൻകോപികളായിരിക്കും, ചിലർ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇപ്പം ഒരു ഗ്രഹനില നോക്കുമ്പോൾ ഇതൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ അവർക്കൊക്കെ എന്താണ് നമ്മളൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുക? അവർക്ക് ആ കോപം വരുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിന് ശക്തി ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. മനസ്സിന് ശക്തി ഉണ്ടാക്കാനുള്ള മന്ത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. മനനേന ത്രായതേ ഇത് മന്ത്ര എന്നാണ്. അത് ആവർത്തിച്ച് അവർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിന് രക്ഷിക്കാനൊരു ശക്തി സ്വയമേവ ഉണ്ടാവും. അങ്ങനെ അവർ രക്ഷിക്കപ്പെടും. ആ മന്ത്രോപദേശമാണ് അതിന് പ്രധാനമായിട്ട് ചെയ്യാവുന്നൊരു കാര്യം. മറ്റൊന്ന്, ഈ കോപം വരുമ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇന്ന് രാവിലെ ഞാൻ പ്രതിജ്ഞയെടുത്താണ് ഇന്ന് കോപിക്കില്ല എന്ന് ആലോചിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ കോപിക്കില്ല എന്ന് രാവിലെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് ആ പ്രതിജ്ഞ തെറ്റിക്കാൻ പാടില്ല. മനസ്സ് സ്വാഭാവികമായിട്ട് അടങ്ങും. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ കോപം മാത്രമല്ല, കാമം, ക്രോധം, ലോഭം, ഇതെല്ലാം വരും. മോഹം, മതം, മാത്സര്യം, ഒരാളോട് മത്സരബുദ്ധി കൊണ്ടും ഒക്കെ സംഭവിക്കാം. അഹങ്കാരം കൊണ്ടും സംഭവിക്കാം. അഹങ്കാരം ഒഴിവാക്കാനായിട്ട് നമ്മൾ സാധാരണ ദിവസവും ഭഗവാന്റെ മുമ്പിൽ നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ അഹങ്കരിക്കില്ല, എനിക്ക് ഉള്ളതെല്ലാം ഭഗവാൻ തന്നതാണ്, എല്ലാം ഭഗവാന്റെയാണ് എന്ന് ഉറപ്പിക്കുക. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. അങ്ങനെ ചില ചെറിയ വിദ്യകൾ നമുക്ക് ദിവസവും നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പരിഹാരങ്ങൾ, ശത്രുദോഷമായിട്ട് കാര്യമായിട്ട് വരികയാണെങ്കിൽ ചില പരിഹാരങ്ങൾ വേണ്ടി വരും. ഇപ്പം ശത്രു ഹത്യ ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ ശത്രുവിനെ ആ ശത്രുവിനെ നശിപ്പിക്കാൻ പാകത്തിന് ഉള്ള പരിഹാരങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. ശത്രുവിനെ നശിപ്പിക്കാൻ പാകത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുക. അതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, മുരുകന് വഴിപാട് നടത്തുക, അങ്ങനെ ചില വഴിപാടുകളൊക്കെ അതിന് പറയാറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ ഒരു മാനസികപരമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കുറയും. പിന്നെ പരിഹാരങ്ങൾ കൊച്ചു കൊച്ചു മതിയോ വലുത് വേണോ എന്നുള്ള അവസരത്തിനൊത്ത് തീരുമാനിക്കേണ്ടി വരും. നന്ദി സാർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം.
75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.